നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇന്ന് ആണ് ശരിക്കും ആഘോഷിക്കാൻ പോകുന്നത്. കാരണം ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് UAE വളരെ പ്രശസ്തമായി നിൽക്കുന്ന നഴ്സറിയാണ് ബ്ലൂബെൽസ്. എന്താ പറയണ്ടേ, കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് എപ്പോഴും ആശങ്കയും ആകുലതയുമാണ്. ആ ആകുലതകളും ആശങ്കകളും ഒഴിവാക്കുവാൻ വേണ്ടി ബ്ലൂബെൽസ് എടുക്കുന്ന യത്നം തീർച്ചയായിട്ടും നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ വയ്യ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അതിഥി ബ്ലൂബെൽസിൻ്റെ മാനേജിംഗ് പാർട്ണറും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പളുമായ മിസ്സസ് മേരി രാജനാണ്. മാഡത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. മാഡം നമസ്കാരം. നമസ്കാരം. പറയുകയുണ്ടായി, വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും മാതാപിതാക്കൾക്ക് വളരെ ആശങ്ക സൃഷ്ടിക്കുന്നൊരു കാര്യമാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതം വളരെ ദുഷ്കരമായി പോകും. ആ ഒരു സാഹചര്യത്തിൽ ബ്ലൂബെൽസ് നഴ്സറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് UAE സ്റ്റാർട്ട് ചെയ്യുക, 12 വർഷമായി അത് വൻ വിജയത്തിലേക്ക് പോകുക. എങ്ങനെയായിരുന്നു ഈ ഒരു രംഗത്തേക്ക് താങ്കളുടെ കടന്നു വരുന്നത്? വളരെ കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നൂതനമായ ഒരു സംരംഭം തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് വളരെ കാലമായി ആലോചിച്ചതിന് ശേഷം തുടങ്ങിയ ഒരു സംരംഭമാണ് ബ്ലൂബെൽസ് നഴ്സറി. മാഡം ഇപ്പോൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയം, വി ക്രിയേറ്റ് സൂപ്പർ സ്റ്റാർസ്. തീർച്ചയായിട്ടും അത് ആ ഒരു സൂപ്പർ സ്റ്റാർസ്, ഈ വരുന്ന കുട്ടികളെയൊക്കെ തന്നെ നിങ്ങൾ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്താണ്? അക്കാഡമിക്സ് മാത്രമല്ല, അവർക്ക് എന്തെല്ലാം ടാലൻസ് ഉണ്ടോ ആ എല്ലാ ടാലൻസിനെയും ഡെവലപ്പ് ചെയ്ത് അവരെ ഒരു പൂർണ്ണ വ്യക്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ പല കുട്ടികൾക്കും പല കഴിവുകളായിരിക്കും ഉണ്ടായിരിക്കുക. ചിലർക്ക് വരയ്ക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് പാടാൻ കഴിവുണ്ടാവും, ചിലർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടാവും, ചിലർ സ്പോർട്സിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും. ഓരോ കുട്ടിയുടെയും കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനായി ഞങ്ങൾ സ്പോർട്സ് ഡേ നടത്തുന്നുണ്ട്. ആനുവൽ ഫംഗ്ഷനിൽ ഞങ്ങൾ കോൺസേർട്ടുകൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ കുട്ടിയെയും അവരുടെ ടാലൻ്റ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് പുതിയ സ്കൂളിലേക്ക് വിടുക. അപ്പോൾ ഏത് സ്കൂളിൽ അവർ ചെന്നാലും അവരവിടെ ടോപ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ 12 വർഷമായി താങ്കൾ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 12 വർഷമായിട്ടുണ്ടാവും. നമ്മൾ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ ഇപ്പോൾ വലിയ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാവും. അവരുമായിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരുടെ ഫീഡ്ബാക്ക് എന്താണ്? അതോടൊപ്പം തന്നെ അവരുടെ ഫൗണ്ടേഷനെ ഇപ്പോൾ എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഒരിക്കൽ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിബ്ലിങ്സ് മുഴുവൻ ഞങ്ങളുടെ സ്കൂളിലേക്ക് വരാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം അവരുടെ പെർഫോമൻസ് അങ്ങനെയാണ്. പല കുട്ടികളും ഏറ്റവും ആദ്യം ബാച്ചിൽ പഠിച്ച കുട്ടികൾ പോലും ഇപ്പോഴും വന്ന് ബ്ലൂബെൽസ് കാരണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്കൂളിലേക്ക് പലപ്പോഴും വരാറുണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ അവരെല്ലാം ടോപ്പേഴ്സാണ്. പേരൻസ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. മാഡം, ഈ കുട്ടികളെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ക്യാരക്ടർ ഏത് രീതിക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ അടുത്തേക്ക് കുറച്ച് കുട്ടികൾ വരികയാണ്. ഇവർക്ക് എന്തെങ്കിലും, ഇപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറയുകയാണ്, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിവൈകല്യമുണ്ടോ, ഇതൊക്കെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് എങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ബ്ലൂബെൽസിൻ്റെ സൗകര്യങ്ങളിൽ പെട്ടതാണോ? നമ്മുടെ ടീച്ചേഴ്സിന് നമ്മൾ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറയാറുണ്ട്, കുട്ടികളെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉടനെ തന്നെ എന്നെ അറിയിക്കാൻ പറയും. ഞാൻ പേരൻസിനെ വിളിച്ചിട്ട് അവർക്ക് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. മാഡം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നഴ്സറികൾ ഒരുപാടുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഒരു സംസ്കാരം മാത്രമാണ് രൂപപ്പെട്ടു വരിക. പക്ഷേ UAE ഇപ്പോൾ താങ്കൾ പ്രാധാന്യം കൊടുക്കുന്ന, പ്രതിനിധീകരിക്കുന്ന ബ്ലൂബെൽസ് എന്ന് പറയുന്ന നഴ്സറിയിൽ പല സംസ്കാരങ്ങളുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, പല രാജ്യത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാളി കുട്ടികളും പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്കൊരു പുതിയ സംസ്കാരം ബ്ലൂബെൽസിൻ്റെ ലേബലിൽ ഉണ്ടായി വരികയാണ്? ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. കാരണം നാട്ടിലുള്ള കുട്ടികൾക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ്.
എന്നാൽ ദുബൈയിൽ ഉള്ള സാഹചര്യം അതല്ല. ഇവിടെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണുള്ളത്. പല രാജ്യത്തെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ സംസ്കാരവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റിയ തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ ആഘോഷിക്കുകയും, ഉദാഹരണത്തിന് UAE നാഷണൽ ഡേ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ UAEയിൽ വരുന്ന മിക്കവാറും ഫെസ്റ്റിവൽസിനോടൊപ്പം തന്നെ ഇന്ത്യയുടേതായ ഫെസ്റ്റിവൽസ്, ദീപാവലി, ഓണം, പിന്നെ ക്രിസ്മസ്, ഇങ്ങനെയുള്ള എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ ആഘോഷിക്കുകയും അതിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഇതുമായിട്ടെല്ലാം സഹകരിച്ച് പോകാൻ അവരെ ഞങ്ങൾ പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക്, ഇത്ര നിലവാരത്തിലേക്ക് ഒരു ബ്ലൂബെൽസ് നഴ്സറി ഉയരണമെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അധ്യാപകരുടെ പ്രാധാന്യം ഉണ്ടായിരിക്കും. വളരെ എത്രമാത്രമാണ് ഇവിടുത്തെ അധ്യാപകരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് വളരെ നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അവർക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഉള്ള ടീച്ചേഴ്സിനെ നോക്കിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യാറ്. പിന്നെ അവർ മോണ്ടിസോറി ട്രെയിനിങ് കഴിഞ്ഞ ടീച്ചേഴ്സിനെയാണ് മിക്കവാറും എടുക്കുന്നത്. കാരണം അവർക്കാണ് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരുടെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ട്രെയിൻഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവർക്ക് കുട്ടികളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ ലാംഗ്വേജും അവരുടെ മറ്റുള്ള കുട്ടികളുടെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ടീച്ചേഴ്സിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. മാഡം, പലപ്പോഴും നമ്മുടെ നാട്ടുകളിൽ കണ്ടുവരാറുള്ള ഒരു പ്രവണത, കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ അവർ പഠിക്കുന്നുണ്ടാവും, പക്ഷേ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് അവർക്ക് അറിയില്ലാത്തൊരു സാഹചര്യം. ബ്ലൂബെൽസിനെ അപേക്ഷിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒപ്പം പെരുമാറ്റ രീതിയും നമ്മൾ എത്രമാത്രം വളർത്തിയെടുക്കുന്നു? ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അതിന് വളരെയധികം പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ പലരും അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ തന്നെ പേരൻസ് ഞങ്ങളോട് പറയാറുണ്ട്, എൻ്റെ കുട്ടി വളരെ ഷൈ ആണ്, ആരുടെ അടുത്ത് സംസാരിക്കാറില്ല, ചോദിച്ചു കഴിഞ്ഞാൽ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആ ഓരോ കുട്ടിയുടെയും ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്ത് അവരെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളതും ഞങ്ങളുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ റെഗുലറായിട്ട് അവരെ ഫീൽഡ് ട്രിപ്പിന് കൊണ്ടുപോകുന്നു. അപ്പോൾ പോകുന്ന കുട്ടികൾ എങ്ങനെ വളരെ ഡിസിപ്ലിനോടുകൂടി പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, താങ്ക്സ് പറയണം, ഇതെല്ലാം ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. പിന്നെ അവരാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഈ 12 വർഷം ഒരുപാട് കുട്ടികളെ, പല രാജ്യത്തുള്ള കുട്ടികളെ പഠിപ്പിക്കുകയും അവരോട് ഇടപഴകി ജീവിക്കുകയും ചെയ്തുകൊണ്ടാണ് ചോദ്യം, ഏത് രാജ്യത്തെ കുട്ടികൾക്കാണ് ഏറ്റവും ബുദ്ധിയുള്ളത്? ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ആ ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാനും ധാരാളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവും. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. അവരെ നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഈ ചോദ്യത്തോട് മേഡം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ആൻസർ പറഞ്ഞു കളഞ്ഞു. കാരണം ഒരമ്മയോട് ഏത് മോനോടാണ് അല്ലെങ്കിൽ മകളോടാണ് സ്നേഹം കൂടുതൽ, അമ്മ പറയും എല്ലാവരോടാണ്. അതുപോലെ തന്നെയാണ് മേഡം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും സ്വകാര്യ അഹങ്കാരമായി ചോദിക്കുകയാണ്, മലയാളി കുട്ടികൾക്ക് അല്പം ബുദ്ധി കൂടുതലല്ലേ? മലയാളി കുട്ടികൾക്ക് വളരെ ബുദ്ധി കൂടുതലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള രാജ്യത്തെ കുട്ടികളെ തരം താഴ്ത്താൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. മാഡം, ഇനി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിന്നും അപ്പുറം കലാകായിക വളർച്ചയിൽ ബ്ലൂബെൽസ് എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്? എൻ്റെ ഹസ്ബൻഡ് വളരെ വർഷങ്ങളായിട്ട് സ്പോർട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ബാസ്കറ്റ്ബോൾ കോച്ചായിരുന്നു നാട്ടിലും. അതിനുശേഷം UAEയിൽ വന്നിട്ടും സ്പോർട്സ് ഫീൽഡിൽ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും തുടരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സ്പോർട്സിന് ഞങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. പലപ്പോഴും പേരൻസ് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ 3 വയസ്സായാലും എൻ്റെ കുട്ടി വളരെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് പ്രാമിലിരുത്തിയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മിക്കവാറും വളരെ കുറവായി പോകുന്നു. ഞങ്ങൾ ചെയ്യുന്നത് വളരെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഡേ നടത്തുക. സ്പോർട്സ് ഡേ ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കുടുംബം ആരൊക്കെയാണുള്ളത്? നാട്ടിലെവിടെയാണ്? ഇവിടെ ഇപ്പോൾ താങ്കളുടെ കൂടെ ആരൊക്കെയുണ്ട്? നമ്മുടെ ഈ ഒരു ബ്ലൂബെൽസ് നഴ്സറിയിൽ കുടുംബത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ്? എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് മിസ്റ്റർ രാജൻ ജോബ് ബാസ്കറ്റ്ബോൾ കോച്ചായിരുന്നു. ഇപ്പോൾ നഴ്സറി നടത്തുന്നതിൽ വളരെ ഫുൾ സപ്പോർട്ടും ആയിട്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്.
ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്, 2 പെൺകുട്ടികളും 1 മോനും. മൂത്ത മോൾ MA ഫൈനാൻസ് കഴിഞ്ഞിട്ട് ബ്ലൂബെൽസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൾ MDS ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മകൻ BCom കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് ചെയ്യുകയാണ് ലിവർപൂളിൽ. ഇതാണ് എൻ്റെ കുടുംബം. എനിക്കൊരു കൊച്ചുമകളുണ്ട്, അവളും ബ്ലൂബെൽ സ്റ്റുഡൻ്റാണ്. ബ്ലൂബെൽസിൽ തന്നെ പഠിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ബ്ലൂബെൽസിൻ്റെ അത്രയും സ്റ്റാൻഡേർഡുള്ള നഴ്സറി UAE ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ കൊച്ചുമകളും ബ്ലൂബെൽസിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും കിട്ടി വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ബ്ലൂബെൽസിൻ്റെ ഇത്രയും വലിയ വളർച്ചയിൽ ഇപ്പം താങ്കൾ മാനേജിങ് പാർട്ട്ണറാണ്, ഇനിയും പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരൊക്കെയാണ് നമ്മളുടെ താങ്ങും തണലുമായി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാം? ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ സണ്ണി കുര്യനാണ്. സണ്ണി ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ ഓണർ കം ഡയറക്ടർ ഡോക്ടർ സണ്ണി കുര്യനാണ് ഇതിൻ്റെ ചെയർമാൻ. ഡോക്ടർ മീര ഗോപി കുര്യനും എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് ചെയ്തു തരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പീഡിയാട്രീഷ്യനായ ഡോക്ടർ സാജു മണവാളൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സസ് മോളി ജോൺ, അവരാണ് ഞങ്ങളുടെ അജ്മാൻ ബ്ലൂബെൽസിൻ്റെ പ്രിൻസിപ്പൾ. ഇവരുടെ എല്ലാം വളരെ സ്ട്രോങ് ആയ സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഞങ്ങളുടെ സ്ഥാപനം ഇത്രയധികം ഉയർച്ചയിലേക്ക് പോകുന്നത്. വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി നമുക്ക് ഒരതിഥി കൂടിയുണ്ട്. ബ്ലൂബെൽസിൻ്റെ അജ്മാനിലെ പ്രിൻസിപ്പളായ മിസ്സസ് മോളി ജോൺ. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം മാഡത്തെ വിരുന്നിലേക്ക്. മാഡം നമസ്കാരം. മാഡം, ബ്ലൂബെൽസ് ഇപ്പം ശരിക്കും ആഘോഷത്തിൻ്റെ നിറവിലാണ്. കാരണം 12 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് കുട്ടികൾ ബ്ലൂബെൽസിൽ നിന്ന് പഠിച്ചിറങ്ങി. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വിരുന്നിൻ്റെ ഈ എപ്പിസോഡിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ മാഡം ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇനിയിപ്പം മാഡത്തോടാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണ് ഈ അജ്മാനിലെ ബ്ലൂബെൽസ് നിയന്ത്രിക്കുന്നത്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം? അജ്മാനിലെ നഴ്സറി, ഞങ്ങൾ ഷാർജയിലത്തെ നഴ്സറി തുടങ്ങിക്കഴിഞ്ഞ് ഒരുപാട് പേര് അജ്മാനിൽ നിന്ന് ഞങ്ങളോട് ചോദിക്കുമായിരുന്നു ഇവിടെ ഒരു നഴ്സറി വേണം. പിന്നെ ദൂരം ഒരുപാട് കൂടുതലായതുകൊണ്ട് നമ്മൾ ഷാർജയിൽ നിന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അജ്മാനിൽ വേറൊരു നല്ല നഴ്സറി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങിയത്. മാഡം, നേഴ്സറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഒരു അവിഭാജ്യ ഘടകമാണോ? ഇപ്പോൾ പൊതുവെ കണ്ടുവരാറുള്ളത് ഡേ കെയറിൽ വിടുന്ന ഒരു ശീലം മാതാപിതാക്കളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്ന് പറയാം? നഴ്സറി വിടേണ്ടത് വളരെയധികം ആവശ്യമുള്ളതാണ് കുട്ടികൾക്ക്. കാരണം അവരുടെ ബ്രെയിൻ ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്യുന്നത് 1 വയസ്സിനും 4 വയസ്സിനും ഇടയ്ക്കായിട്ടാണ്. ആ സമയത്ത് അവർക്ക് വേണ്ട വിധത്തിലുള്ള ഗൈഡൻസും എന്ത് പഠിപ്പിക്കണം, എന്താ അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, അതെല്ലാം ശരിയായ വഴിയിൽ നമ്മൾ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ നല്ല ഒരു ഭാവിയിലേക്ക് അവർ നല്ല കുട്ടികളായിട്ട് വളരും. ഈ ഡേ കെയർ സെൻറ്ററിൽ വീടുകളിലാണ് പലരും ഇവിടെ UAE പ്രത്യേകിച്ചും ഹൗസ് വൈഫ്സാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അവർ അതിനോട് വിദ്യാഭ്യാസമുള്ളവരോ അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങോ ഇല്ല. ഇവിടെ കുട്ടികളുടെ കലാകായിക പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇതിൻ്റെ അഡ്മിഷൻ അതൊരു പ്രധാന ഘടകമാണ്. ബ്ലൂബെൽസിലേക്ക് ഒരു കുട്ടിയെ അയക്കണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാം? അജ്മാനിലെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഷാർജയിലത്തെ ബ്ലൂബെൽസ് നഴ്സറിയിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. അവിടെ സ്പോർട്സ് ഡേ ഉണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി 1.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ഇവിടെ വരുന്നത്. ഫാമിലിയുടെ സപ്പോർട്ട് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രസക്തമാണോ? ഫാമിലിയുടെ സപ്പോർട്ട് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് പ്രസക്തമാണ്. എൻ്റെ ഹസ്ബൻഡ് പീഡിയാട്രീഷ്യനാണ്, ഡോക്ടർ സാജു ജോൺ. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ രോഹിത് എൻജിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫൈനൽ ഇയർ. രണ്ടാമത്തെ മകൻ കെവിൻ മെഡിസിന് പഠിക്കുന്നു. മാഡം, എന്തായാലും ഇത്രയും സമയം ബ്ലൂബെൽസിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. അതോടൊപ്പം തന്നെ ഒരുപാട് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളെ രക്ഷിതാക്കൾ എങ്ങനെ വളർത്തിയെടുക്കണമെന്നതിനെക്കുറിച്ചൊക്കെ നാം സംസാരിച്ചു. തീർച്ചയായും ഇനിയും എല്ലാ എമിറേറ്റ്സുകളിലും ബ്ലൂബെൽസിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ കേരളത്തിലും നിങ്ങളുടെ സാന്നിധ്യവും സേവനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം സഹകരിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം.